Fine crafted traditional collections. Siren 3 by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. KPCC വിചാർ വിഭാഗ് അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പുസ്തകത്താളുകളിലേക്ക് പകർത്തി വിചാർ വിഭാഗ് അങ്കമാലി നിയോജകമണ്ഡലം ചെയർമാൻ ജോബിൻ ജോർജ്. അങ്കമാലി ആനന്ദഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. വലിയ പ്രചാരം നേടാതെ കിടന്നിരുന്ന KPCC വിചാർ വിഭാഗ് എന്ന സാംസ്കാരിക സംഘടനയെ ജനപ്രിയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പൊതുപ്രവർത്തകനാണ് ജോബിൻ ജോർജ്. വിചാർ വിഭാഗിന്റെ അങ്കമാലി നിയോജകമണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ച 5 വർഷക്കാലം പുതുമയാർന്ന വ്യത്യസ്തത പുലർത്തുന്ന 100-ലേറെ പരിപാടികളാണ് ജോബിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഈ പരിപാടികൾക്കെല്ലാം വലിയ ജനപിന്തുണ ലഭിക്കുകയും ചെയ്തു. ഓരോ പരിപാടികളുടെയും ചിത്രങ്ങളടങ്ങിയ വാർത്താക്കുറിപ്പും പ്രമുഖ വ്യക്തികളുടെ എഴുത്തുകളും പരിപാടികളിൽ പങ്കെടുത്തവരുടെ കുറിപ്പുകളും ഉൾപ്പെടുത്തിയാണ് കർമ്മനിരതം കാലം എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അങ്കമാലി ആനന്ദഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക പ്രകാശന സമ്മേളനം റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ജോബിനോട് ഞാൻ ചോദിച്ചു. ഇല്ല ചേട്ടാ, എനിക്കൊരു താല്പര്യം, അത് ചെയ്യാൻ സാധിക്കും എന്നൊരാഗ്രഹമുണ്ട്, എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്, മേഖലയാണ് എന്ന് പറഞ്ഞ് ജോബിൻ ആ ചുമതല ഏറ്റെടുക്കാം. ഒരുപക്ഷെ ജോബിൻ ആ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയൊരു സംഘടന അല്ലെങ്കിൽ പാർട്ടിക്ക് ഇങ്ങനെയൊരു വേദി ഉണ്ട് എന്നുള്ളതും അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും, ഞാൻ ഉൾപ്പെടെ പലരും അത് ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ ജോബിൻ ഒരു സ്ഥാനത്ത് വന്നു. ആ സ്ഥാനത്ത് വന്ന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് എന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2019 മുതൽ 2024 എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KPCC വിചാർ വിഭാഗ് 102 പരിപാടികൾ സംഘടിപ്പിച്ചു. അത് ചെറിയൊരു കാര്യമില്ല, വലിയൊരു കാര്യമാണ്. അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ TM വർഗീസ് പുസ്തകം പരിചയപ്പെടുത്തി. മാത്യു കുഴൽനാടൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഞാൻ ഒരുപക്ഷെ ആരും വലുതായി ഉത്സാഹം കാണിക്കാത്ത ഒരു മേഖലയാണ് ജോബിൻ തെരഞ്ഞെടുത്തത്. ആ മേഖല തിരഞ്ഞെടുത്ത് അതിൻ്റെ പ്രവർത്തനത്തിലൂടെ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ച് ഇന്നത്തെ കാലഘട്ടത്തെ, ഇന്നത്തെ തലമുറയെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ആളുകൾക്ക് പ്രചോദിപ്പിക്കുന്ന പുതിയ ചിന്ത ഉള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിന്ന് അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ കാരണം. നമ്മൾ 100 പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതല്ല, ആ പരിപാടിക്ക് അതിൻ്റേതായ ഒരു പുതുമ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു നവീകരണം ആ പരിപാടികൾ ഉണ്ടായിരുന്നു. അതാണ് ഈ ഇന്നത്തെ കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് അതിൻ്റേതായ ഒരു മഹത്വം, അതിൻ്റേതായ അട്രാക്ഷനും അതിലേക്ക് ആളുകൾ വരികയും ചെയ്യും. ജോബിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പുതിയൊരു തലമുറ രാഷ്ട്രീയത്തിൽ കടന്നു വന്ന് ഈ രാഷ്ട്രീയത്തെ നവീകരിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇന്ന് പുതിയ ചെറുപ്പക്കാരെല്ലാവരും അവരാരും ക്രിയേറ്റിവിറ്റി ഇല്ലാത്തവരോ, അവരാരും ടാലൻ്റ് ഇല്ലാത്തവരോ, അവരാരും തോട്ട് പ്രോസസ് ഇല്ലാത്തവരോ അല്ല. അവരെ പക്ഷെ നമുക്ക് അവരുടെ ചിന്തയെയും അവരുടെ ബൗദ്ധിക നിലവാരത്തെയും അല്ലെങ്കിൽ അവരുടെ സൈദ്ധാന്തികമായ ചിന്തകളെയും ഉത്തേജിപ്പിച്ച് അവരെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്, നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. Once they are here, they will show their creativity in politics. Once they are here, they will show their intellect in politics. Once they are here, they will speak their philosophy in politics. അതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ചെറുപ്പക്കാരെ ആരെങ്കിലും, പ്രായം കുറഞ്ഞവരെ അല്ലെങ്കിൽ പ്രായം നോക്കി മാത്രം നമ്മൾ പാർട്ടി നേതൃത്വത്തിലോ അല്ലെങ്കിൽ ജനപ്രതിനിധികളാക്കിക്കൊണ്ടോ മാത്രം ആ മാറ്റം ഉണ്ടാവില്ല. വി നീഡ് ക്വാളിറ്റി തോട്ട് പ്രോസസ്. ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ അഴിമതിക്കെതിരായി വലിയൊരു മുന്നേറ്റം സമൂഹത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വളരെ ഓണസ്റ്റായിട്ട് നിങ്ങളോട് പറയുകയാണ്. എൻ്റെ മുമ്പിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാത്ത് ഉണ്ടായിരുന്നു.
അനാവശ്യമായ ഒരു റിസ്ക്കും എടുക്കേണ്ട കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാതെ മുഖ്യമന്ത്രിയായിട്ട് കൊമ്പ് കോർക്കാൻ പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പോപ്പുലർ ആവാനും നല്ല രീതിക്കാനുള്ള പല പല കാര്യങ്ങളുണ്ട്. ബട്ട് ഐ ബിലീവ്, ഞാൻ കഴിഞ്ഞ ഒരുപാട് കാലം ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ നവീകരിക്കാതെ, രാഷ്ട്രീയത്തോട് ജനങ്ങൾക്കുള്ള മടുപ്പ്, അവർക്ക് രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ, ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് അധികം ഉപയോഗിക്കാത്ത ആളാണ്. ഖദർ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഖദറിൻ്റെ വിശുദ്ധി നിലനിർത്താൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ഖദർ ഉപയോഗിക്കാത്തത്. പക്ഷേ ഇന്ന് പൊതുസമൂഹത്തിന് രാഷ്ട്രീയക്കാരോട് അവരുടെ മനോഭാവം പലപ്പോഴും വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാനും വന്ന് ചേരുമ്പോൾ അതിലൊരു മാറ്റമുണ്ടാക്കാൻ പരിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായി നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കറപ്ഷനാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അവനാരുമാട്ടെ, ആദ്യം ജനം അവനെ വെക്കുന്ന കോളം എന്ന് പറയുന്നത് അഴിമതി ഉള്ള ഒരു വ്യക്തി എന്ന പ്രജുഡീസാണ്, മുൻവിധിയാണ്. മഹാഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അഴിമതിക്കാരല്ല, പക്ഷെ രാഷ്ട്രീയക്കാര് മഹാഭൂരിപക്ഷം അഴിമതിക്കാരാണെന്നാണ് ജനത്തിൻ്റെ ചിന്ത. കാരണം എന്താണെന്ന് വെച്ചാൽ അഴിമതി നടത്തുന്നവർ ആ അഴിമതിയുമായി ഈ സമൂഹത്തിന് മുമ്പിൽ നിന്നും രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചോദിക്കാൻ ആളില്ലാത്ത, അല്ലെങ്കിൽ ചോദിച്ച് നമ്മുടെ ഒരു സിസ്റ്റം ഒരിക്കലും ആ സിസ്റ്റം ഇതിനെ ക്യാപ്ചർ ചെയ്യുകയോ സിസ്റ്റം അതിനെ കറക്റ്റ് ചെയ്യുകയോ ചെയ്യാത്തത് കൊണ്ട് ചുരുങ്ങിയ ആളുകളാണ് രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തുന്നത് എങ്കിലും ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണെന്ന് സമൂഹം വിശ്വസിക്കുകയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് എത്രയോ ആവർത്തി ജനപ്രതിയാകുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജനപ്രതിയാകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യണമെന്നും, ചോദ്യം ചെയ്ത് പൊതുജന സമൂഹത്തിന് മുമ്പിൽ വന്ന് ഈ കാര്യം പൊതുജന സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് എനിക്കൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കിട്ടാവുന്നത്ര ലൈംലൈറ്റോ അറ്റൻഷനോ വാർത്തയോ എല്ലാം എനിക്ക് ലഭിച്ചതാണ്. ജനങ്ങളുടെ പിന്തുണയും കിട്ടി, ജനങ്ങളുടെ വലിയ പിന്തുണ. ഐ വുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് ദെയർ. എനിക്ക് അവിടെ വേണമെങ്കിൽ വിടാമായിരുന്നു, അവിടെ ഞാൻ അവസാനിപ്പിക്കാതിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്നെ ആരും കമ്പൽ ചെയ്തില്ല, എന്നെ ആരും നിർബന്ധിച്ചിട്ടോ എന്നെ ആരും കമ്പൽ ചെയ്തിട്ടോ എന്നെ ആരും ചോദ്യം ചെയ്തിട്ടോ അല്ല. ഐ ഫെൽറ്റ് ഐ ഷുഡ് ഡു ഇറ്റ്. കാരണം അത് കേവലം അഴിമതി ഉണ്ട് എന്ന് വിളിച്ചു പറയുകയും അഴിമതി ഉണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ബഹളം വയ്ക്കുകയും മാത്രമല്ല, വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം അനുവദിക്കുന്ന രീതിയിൽ ഇതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. അഖിലേന്ത്യാ കിസാൻ ഫെഡറേഷൻ സെക്രട്ടറിയും ചിന്തകനുമായ KP ഗോവിന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി. ജോബിൻ ജോർജ് മറുപടി പ്രസംഗം നടത്തി. എന്തൊക്കെയായാലും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇതില് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്റെ വൈഫ് പുറത്തേക്ക് പോയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. വൈഫ് എന്റെ സ്റ്റാറ്റസ് കാണുമ്പോ എന്നെ വിളിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കുന്ന ആളെന്നറിയാം. കാരണം പണിയെടുക്കുന്ന കാശ് മുഴുവൻ രാഷ്ട്രീയത്തിൽ കൊണ്ട് പോയി കളഞ്ഞേക്കാം. അപ്പോ വൈഫ് സ്റ്റാറ്റസ് ഒക്കെ കുറച്ചേക്കാണ്. എന്നാലും ഈ പരിപാടികളുടെ അപ്പച്ച വീട്ടിൽ 3 പത്രം വെക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ നടക്കുമ്പോ ഓരോ പത്രക്കാര് 1 വർഷത്തേക്കുള്ളത് സബ്സ്ക്രിപ്ഷൻ ഒന്നിച്ച് മേടിച്ച് അങ്ങനെ വീട്ടിൽ 3 പത്രം വരുന്നുണ്ട്. ഞാൻ കടയിൽ പോകുമ്പോ ഒരു ഷർട്ടും മുണ്ടൊക്കെ വണ്ടിയിലേക്ക് ഇട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് പൊതുപരിപാടികൾ. പക്ഷെ അപ്പച്ചൻ കൈയോടെ പിടിക്കും. കാരണം പത്രത്തിലെ വാർത്തയൊക്കെ വരും. കാരണം മാധ്യമക്കാരൊക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ ഒരു വാർത്ത ഇട്ട പോലും അവര് വളരെ ഭംഗിയായിട്ട് എന്നോട് നമ്മുടെ പാർട്ടിയിലുള്ള ആളുകളെ ചോദിക്കും, ഈ പത്രക്കാർക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതുവരെയായിട്ടും ഞാൻ കാശ് കൊടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു വിഭാഗമാണ് പത്രമാധ്യമ മേഖലയുള്ളവര്. അപ്പോ അങ്ങനെ ഞാൻ ഒളിച്ചു പാത്തൊക്കെയാണ് ഇപ്പൊ അവസാന സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. കാരണം 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ വീട്ടിലാക്കിയിട്ടാണ് അപ്പച്ചൻ്റെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. അപ്പോ അങ്ങനെ പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവസാന സമയത്തൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മള് ഒരു കുടുംബ ജീവിതമാകുമ്പോ നമുക്ക് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോഴാണെങ്കിൽ ഭാര്യ വിളിക്കുമ്പോൾ പറയും അവിടേക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, മനസ്സില്ല മനസ്സോടെയാണല്ലോ പറഞ്ഞത് പറയും.
ആർട്ടിസ്റ്റ് KR സുബ്രന്റെ കാരിക്കേച്ചറും ഒക്കൽ ജയപ്രകാശിന്റെ കാലിഗ്രാഫിയും പുസ്തകത്തെ ആകർഷകമാക്കി. മുൻ MLA PJ ജോയി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ആൻഡു മാവേലി, സെബി കിടങ്ങേൻ, KPCC വിചാർ വിഭാഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു കാവാലിപ്പാടൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡൈമിസ് ഡേവിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടുംബസമേതം വിദേശയാത്രയ്ക്ക് തയ്യാറെടുത്തു നിൽക്കുന്ന ജോബിൻ ജോർജിന് സഹപ്രവർത്തകർ നൽകിയ സ്നേഹനിർഭരമായ യാത്രയയപ്പ് ചടങ്ങുകൂടിയായി പുസ്തക പ്രകാശനം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.